പേരെന്താ? ബെഞ്ചമിൻ അല്ലേ? എവിടെ സ്ഥലം? നിലമ്പൂരല്ലേ? പിന്നെ ദുബായ് ട്രാവൽസ് വഴി ഇപ്പോ ഇന്ന് രാവിലെ അല്ലേ ഇറങ്ങിയത്? ഇന്ന് പുലർച്ചെ അല്ലേ? പുലർച്ചെ വന്നു നമ്മള് പിക്ക് ചെയ്തു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എയർപോർട്ട് പിക്കിങ്, റൂം, ഫുഡ് ഒക്കെ? ഇഷ്ടപ്പെട്ടോ? സർവീസ് ഒക്കെ ഇഷ്ടപ്പെട്ടില്ലേ? ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വന്നു, ഇന്റർവ്യൂ കഴിഞ്ഞു അല്ലേ? നമ്മൾ പറഞ്ഞതിനേക്കാളും സാലറി, ബേസിക് സാലറി 100 ദിർഹംസ് കൂടുതൽ തന്നെ കിട്ടിയില്ലേ അല്ലേ? ഇന്റർവ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവിധ ഓഫറും കാര്യങ്ങളൊക്കെ തന്നില്ലേ? പഠിച്ച് പിന്നെ നിങ്ങളെ വർക്ക് കണ്ട് നിങ്ങൾക്ക് ഓക്കെ ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാല് സാലറി നിങ്ങൾ ഇനിയും പിന്നെ 200-300 ദിർഹംസ് കൂട്ടിത്തരാന്ന് പറഞ്ഞില്ലേ അല്ലേ? വിസ എല്ലാം ഫ്രീ ആയിട്ട് തരും. പിന്നെ 2 വർഷം കഴിഞ്ഞു പോകുന്ന സമയത്ത് ടിക്കറ്റ് അലവൻസ് എല്ലാ കാര്യങ്ങളും തരാന്ന് പറഞ്ഞില്ലേ അല്ലെ? 1 വർഷത്തിനുള്ളിൽ പോവാണെങ്കിൽ സെക്യൂരിറ്റി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ പോയിട്ട് വരാമെന്നും പറഞ്ഞു അല്ലേ? ആ ഒക്കെ പറഞ്ഞില്ലേ? കാരണം 2 ലക്ഷം റുപ്യ മുടക്കിയിട്ടാണ് അവര് വിസ അടിക്കുന്നത്. അപ്പോൾ ഒരു 2 വർഷം കഴിയുന്നതിന് മുന്നേ പോയാൽ നമ്മൾ സെക്യൂരിറ്റി വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സർവീസ് ഇഷ്ടപ്പെട്ടോ? അല്ല, നമ്മൾ എവിടെയെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലല്ലോ. ഇപ്പൊ നമ്മൾ നേരെ ഡ്യൂട്ടിക്ക് ജോയിൻ ചെയ്യാൻ പോവാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നിലമ്പൂരിൽ നിന്ന് വരുന്ന ആൾക്കാരോടൊക്കെ നമ്മളെ ഓഫീസ് വഴി പിന്നെ വരുന്നതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ? നിങ്ങൾ റെക്കമെൻഡ് ചെയ്യില്ലേ? എല്ലാ കാര്യങ്ങളും അവർ ഡീസൻ്റ് ആയിട്ട് ചെയ്തു തരുന്നുണ്ട്. ഇന്റർവ്യൂ കാര്യങ്ങളെല്ലാം അറ്റൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ തന്നെ ജോലിയിൽ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഓക്കെ, താങ്ക് യു.